ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാർഡ്ബോർഡ് കൊണ്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ്. കാർഡ്ബോർഡ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കാർഡ്ബോർഡ് നീളത്തിൽ കട്ട് ചെയ്തൊരു 7 പീസാണ്. അതും നമുക്ക് പശ കൊണ്ട് ആ റൗണ്ട് ഷേപ്പിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഫെവിക്കോളാണ് പശ എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഭാഗം അവിടെ ഒട്ടിക്കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ബാക്ക് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്നും കൂടെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ആ സൈഡ് നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെടിപ്പാക്കി എടുക്കാം. അന്നേരം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും, ഭംഗിയായി കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം പശ തേച്ച് ഒട്ടിച്ച ഭാഗമൊന്നും കറക്റ്റായിട്ട് ഒട്ടിയില്ലെങ്കിൽ അത് പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് പശ എടുക്കുക, എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആക്കിയ ശേഷം അത് ഒരു പെയിൻറ്റിംഗ് ബ്രഷ് എടുത്ത് ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കുക. നല്ലപോലെ നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ. എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്നൊന്നായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതൊരിക്കലും മടങ്ങി ചുളുങ്ങി പോകാതെ നോക്കണം. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോഴത്തേക്കും ചുളുങ്ങി പോകാതിരിക്കാൻ വേണ്ടി ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി അതിൻ്റെ മേലെ ഒന്നും കൂടെ ചെറുതായിട്ട് പശ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ടിഷ്യൂ പേപ്പർ എല്ലാം ഇവിടെ ഉണങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ആക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇന്ത്യൻ റെഡ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് വെച്ചാൽ അടിപൊളി തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പിസ്ത ഷെല്ലെല്ലാം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്ലൂ ഗണ്ണും കൂടെ യൂസ് ചെയ്ത് നമുക്ക് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവർ ആയോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഫ്ലവറിൻ്റെ അടുത്തൊക്കെ എത്തി എന്ന് പറയാം. എന്നിട്ട് അതിന് നമുക്ക് ഇതുപോലൊരു റെഡ് കളർ കൊടുക്കാം കേട്ടോ. അതൊരു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു. അതാണ് ഞാൻ ഫുള്ളായിട്ട് ഇടാത്തത്. ഇത് ഫ്ലവർ മാത്രമായിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നെ ഒരിക്കലും ഇടാം. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. ലീഫിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ നടുഭാഗത്തുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസായിട്ടാണ് ലീഫ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ച് ആ 2 പീസ് ഞാൻ ഒന്നാക്കി എടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഏകദേശം ഈ ഒരു ഷേപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് ഗ്രീൻ കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന പേൾ കളറാണ് കേട്ടോ. അക്രിലിക്കിൻ്റെ പേൾ കളർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ കാണാൻ കുറച്ചൊരു ഷൈനിങ് ഉണ്ടാവും. അതാട്ടോ ഞാനത് എടുത്തേക്കുന്നത്. സാധാ നോർമൽ പെയിൻ്റ് ആണെങ്കിലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഇത് കണ്ടോ, ചെറിയൊരു ഗ്ലോ ഉണ്ട് അതിന്. ഫ്ലവറിലും ഞാൻ ആ പേൾ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പശ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഫ്ലവറെല്ലാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെവി ബോണ്ട് എന്ന് പറയുന്ന ഒരു പശയാണ്. അത് പെട്ടെന്ന് ഒട്ടിയും. ചെരുപ്പൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കാം. പെട്ടെന്ന് ബാഗ് അതൊക്കെ പെട്ടെന്ന് ഒട്ടി കിട്ടും. അങ്ങനത്തെ പശയാണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് പശയാണ്. പിന്നെ ലീഫും കൂടെ ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഗ്ലൂ ബോർഡിനകത്ത് എയർ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നിൻ്റെ മേലിലോട്ട് ഡിപ്പ് ചെയ്തപ്പോൾ കുറേ അങ്ങ് പോകുന്നു. അപ്പോൾ മറ്റൊന്നിലും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ പിശുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പിശുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. പിന്നെ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്നങ്ങ് തീർന്നു പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്നെ വിഷമമാണെന്നറിയാവോ. ഇത്രയും വലിയ വിഷമം വേറൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്രാഫ്റ്റുകാർക്ക് ഇച്ചിരി പിശുക്കത്തരമൊക്കെ ആവാം. ഈ ഭൂലോകത്തിൽ ഒന്നും ഉപയോഗശൂന്യമാവരുത് എന്ന അജണ്ടയുള്ള കൂട്ടരാണ് ഞങ്ങൾ. അങ്ങനെ ക്രാഫ്റ്റിനോടുള്ള ഇഷ്ടം മൂത്ത് തോട്ടിൽ ചാടാനും മതിൽ ചാടാനും കുളത്തിൽ ചാടാനും മല കയറാനും മരം കയറാനും ഒക്കെ ഒരു മടിയില്ലാത്ത കൂട്ടരാണ് ഞങ്ങൾ. ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വീണ്ടും പുച്ഛിക്കുന്നവരോട് പുച്ഛം മാത്രം. ഇനി നമുക്കിതുപോലെ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് എടുക്കാം. എന്നിട്ട് ദാ ഈ കാണുന്ന പോലെ നമുക്ക് ഹുക്ക് പോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി എൻ്റെ ചാനൽ നെയിം കൂടി ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന കളർ യെല്ലോ കളറാണ്. അതിൽ ബ്ലാക്ക് ഔട്ട്ലൈൻ വരുന്നത്. ആ കളറൊന്ന് മാറ്റാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെ ഇതാണ് ലാസ്റ്റ് ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.